അലുമിനിയത്തിന്റെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ എങ്ങനെ വരുന്നതാണ്. അലുമിനിയത്തിന്റെ ഓറ് നമുക്ക് എല്ലാവർക്കും അറിയാം, ബോക്സൈറ്റ് ആണ്. ഈ ബോക്സൈറ്റിൽ നിന്നാണ് നമ്മൾ അലുമിനിയത്തെ വേർതിരിച്ചെടുക്കാൻ പോകുന്നത്. ബോക്സൈറ്റിൽ നിന്ന് അലുമിനിയത്തിനെ വേർതിരിച്ചെടുക്കാൻ രണ്ട് സ്റ്റെപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യത്തേത് അതിന്റെ കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ്, അതായത് ബോക്സൈറ്റിനെ സാന്ദ്രീകരിക്കാം. രണ്ടാമത്തേത് പറയുന്നത് ഇലക്ട്രോളിസിസ് ഓഫ് അലുമിനിയത്തിന്റെ വൈദ്യുത വിശ്ലേഷണ പ്രോസസ്സ്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു, ഈ പ്രോസസ്സിനെ മൊത്തമായിട്ട് നമ്മൾ ഹോൾ ഹെറൗട്ട് പ്രോസസ് അല്ലെങ്കിൽ ഹോൾ ഹെറൗട്ട് പ്രക്രിയ എന്നാണ് അറിയപ്പെടുന്നത്. ഹോൾ ഹെറൗട്ട് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ പേര് ഈ പ്രക്രിയക്ക് കൊടുത്തു. ഹോൾ ഹെറൗട്ട് പ്രക്രിയ അല്ലെങ്കിൽ ഹോൾ ഹെറൗട്ട് പ്രോസസ് എന്നാണ് നമ്മൾ അലുമിനിയത്തിന്റെ പ്രൊഡക്ഷന് പറയുന്ന പേര്. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ രണ്ട് സ്റ്റെപ്പുകളാണ്. ഏതൊക്കെയാ? ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റ്, അതായത് ബോക്സൈറ്റിന്റെ സാന്ദ്രീകരണം. അതിന് നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത് ലീച്ചിങ് പ്രോസസ് ആണ്. ലീച്ചിങ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോക്സൈറ്റിനെ ലീച്ചിങ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഗാഢത കുറഞ്ഞ NaOH ലായനി നല്ലോണം ചൂടാക്കിയതിനു ശേഷം ഈ ബോക്സൈറ്റിൽ ഒഴിച്ചു വെക്കുന്നു. ബോക്സൈറ്റിൽ അത് ഒഴിച്ചു വെച്ചതിന് ശേഷം അത് സോഡിയം അലുമിനേറ്റ് ആയിട്ട് മാറുന്നു. ബോക്സൈറ്റിലെ ഗാഢ NaOH ലായനി ചൂടാക്കിയ ശേഷം നമ്മൾ ഒഴിക്കുകയാണ്. അപ്പൊ അത് സോഡിയം അലുമിനേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് വളരെ കട്ടി കുറച്ച് ഗാഢത കുറച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ കൂടുതൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആവശ്യത്വം രൂപപ്പെടും. എന്താണ് ഉണ്ടാവുക? നമ്മൾ കുറച്ച് കട്ടി കുറച്ച്, അതായത് ഗാഢത കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡ് അതിൽ ചേർക്കുന്നു. അപ്പൊ വളരെയധികം അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആവശ്യത്വം അതിൽ രൂപപ്പെടുന്നു. ഇതിന് നന്നായി കഴുകിയ ശേഷം നമ്മൾ ചൂടാക്കുന്നു. അതിനുശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആണ് നമ്മുടെ അലുമിന എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്തേ? ആദ്യം നമ്മുടെ ബോക്സൈറ്റിലെ ലീച്ചിങ് പ്രോസസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് ഗാഢ NaOH ലൈൻ വളരെ ചൂടാക്കി ചേർക്കുന്നു. അപ്പൊ അത് സോഡിയം അലുമിനേറ്റ് ആയിട്ട് മാറുന്നു. ഈ സോഡിയം അലുമിനേറ്റിലേക്ക് വളരെ ഗാഢത കുറച്ച് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ചേർക്കുന്നു. അതിനുശേഷം അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വളരെയധികം, അതായത് അളവ് കൂടുതലായിട്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡ് അവശിഷ്ടം രൂപപ്പെടും. ഈ അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റിലേക്ക് നന്നായി കഴുകിയ ശേഷം നമ്മൾ ചൂടാക്കുന്നു. അപ്പൊ നമ്മുടെ അലുമിന രൂപപ്പെടുന്നു. ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും കാണാം, ബോക്സൈറ്റിലെ NaOH ചേർക്കുന്നു, സോഡിയം അലുമിനേറ്റ് ഉണ്ടാവുന്നു. അതിൽ AlOH ട്വൈസ് ചേർക്കുമ്പോൾ കൂടുതൽ അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ ആവശ്യത്വം രൂപപ്പെടുന്നു. നന്നായി കഴുകിയ ശേഷം ചൂടാക്കി അരിച്ചെടുത്തിട്ട് അലുമിന കിട്ടുന്നു. ഈ അലുമിനയിലാണ് നമ്മൾ അടുത്ത പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്, അതായത് നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോളിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ഈ Al2O3 അല്ലെങ്കിൽ അലുമിനയിൽ നമ്മൾ ക്രയോലൈറ്റ് ചേർക്കുന്നു. അതിനുശേഷം വൈദ്യുത വിശ്ലേഷണ പ്രവർത്തനം വഴി നമ്മുടെ അലുമിനത്തിനെ വേർതിരിച്ചെടുക്കുന്നു. എന്താ ചെയ്യുന്നത്? നമുക്ക് നേരത്തെ പ്രോസസ്സിൽ കിട്ടിയ അലുമിന, അതായത് Al2O3യിലേക്ക് നമ്മൾ ക്രയോലൈറ്റ് ചേർത്ത് ഇലക്ട്രോളിസിസ് പ്രോസസ്സ് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് അലുമിന മാത്രം വേർതിരിച്ചെടുക്കുന്നു. ഈ Al2O3യില് നമ്മൾക്ക് ഇലക്ട്രോളിസിസ് പ്രോസസ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അത് എന്തായിട്ട് മാറും? 2Al3+ഉം 3O2- ആയിട്ട് മാറും. ഈ Al3+ വീണ്ടും പ്രോസസ് നടക്കുന്നത് വഴി Al3++ 3 ഇലക്ട്രോൺ ഗീവ്സ് അത് Al ആയിട്ട് മാറും, അലുമിനിയം ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ അലുമിനിയത്തിന്റെ പ്രോസസ്സ്. രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുന്നത്. ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് ബോക്സൈറ്റും അതിനുശേഷം ഇലക്ട്രോളിസിസ് ഓഫ് അലുമിന. ബോക്സൈറ്റിന്റെ കോൺസെൻട്രേഷൻ ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടിയ അലുമിനിയനെ ഇലക്ട്രോളിസിസ് പ്രോസസ് വഴി അലുമിനിയം ആക്കി നമ്മൾ മാറ്റുന്നു. ഇതാണ് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത്. രണ്ടാൾക്കാരാണ്, ഒന്ന് അയണിന്റെ പ്രൊഡക്ഷൻ, പിന്നെ അലുമിനിയത്തിന്റെ പ്രൊഡക്ഷൻ. അലുമിനിയത്തിന്റെ പ്രൊഡക്ഷനെ നമ്മൾ ഹോൾ ഹെറൗട്ട് പ്രോസസ് അല്ലെങ്കിൽ ഹോൾ ഹെറൗട്ട് പ്രക്രിയ എന്ന് അറിയപ്പെടുന്നു.